ഹലോ, ഇന്ന് മാമൻ്റെ വീട്ടിലേക്ക് പോയി. ഇന്ന് വൈകുന്നേരമാണ് പോയത്. പിന്നെ രാത്രിയായപ്പം മാമന് ബെഡിലിടുന്ന ഒരു ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അത് തന്നെ നിർത്തി നോക്കി എത്ര വലിപ്പമുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കുക. നാളെ വരെ സ്കൂളിൽ ഇവരെ വാർഷികമാണ് സ്കൂളിൻ്റെ. അപ്പോൾ ഇവരെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഒരു തനും താരയും അപ്പുറത്ത് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നാളെ മാമനൊരു സദ്യ ഉണ്ടാക്കി കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം അതിനുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മാമന് വൈകുന്നേരം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി രാത്രി അതൊക്കെ ഇരുന്ന് അരിയണം. അപ്പോൾ ഫുഡ് ഞങ്ങൾ നേരത്തെ കഴിച്ച് ഇനി എല്ലാവരും അത് അരിയാനുള്ള ഒരു പ്ലാനാണ്. പെട്ടെന്ന് തോല് ചെത്തിയെടുക്കാൻ പറ്റുന്നത് ഇവർ രണ്ടാളും കൂടി തോലൊക്കെ ചെത്തിയെടുത്ത്, പിന്നെ പറ്റാത്തത് ഒക്കെ ഞാനും കുറച്ചൊക്കെ ചെയ്തു കൊടുത്ത്, പിന്നെ അരിയൽ ഫുള്ള് ഞാനും മാമനും ആൻറ്റിയും കൂടിയാണ് ചെയ്തത്. മറ്റൊരു കുറച്ചൊക്കെ ചെയ്ത് തന്നിട്ട് പിന്നെ ഒരു ഉറക്കം വന്നപ്പോൾ എണീറ്റ് പോയി. അപ്പോഴേക്കും മാമന് നമ്മുടെ കല്യാണ സദ്യയിലൊക്കെ ഉണ്ടാകുന്ന മാങ്ങാച്ചാറുണ്ടല്ലോ, അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് വേണം അച്ചാറുണ്ടാക്കാൻ. അപ്പോൾ അത് ചെറുതാക്കി അരിഞ്ഞ് ഇതാ അവിടെ സൈഡിൽ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മൊത്തം ഒന്ന് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, പിന്നെ അതിന് ശേഷം വേണം ഇനി തേങ്ങ ചിരകാൻ, പിന്നെ നാളത്തേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാനുണ്ടായിരുന്നു. രാവിലെ കുറച്ച് നേരത്തെ തന്നെ എല്ലാവരും എഴുന്നേറ്റുണ്ടായിരുന്നു. മാമനും ആൻറ്റിയും 4 മണിക്ക് എഴുന്നേറ്റ് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും എഴുന്നേറ്റ് വന്നു. പിന്നെ കുറച്ച് അവിയലിനുള്ളതൊക്കെ അരിയാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അരിഞ്ഞു കൊടുത്തു. പിന്നെ ചോറ് വേഗം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് പായസം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാർ ഗ്യാസിലാണ് വെച്ചിട്ടുള്ളത്, കുക്കറിലാക്കിയിട്ട്. അങ്ങനെ ഓരോന്നും ഓരോ സ്ഥലത്ത് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. തനുവിനെ കൊണ്ട് മാമൻ വിറകൊക്കെ കൊണ്ട് ഇടിപ്പിക്കുകയാണ്. അപ്പോൾ കുറച്ചൊക്കെ എടുക്കും, പിന്നെ അതിൻ്റെ ഇടയിൽ മുങ്ങി കഴിഞ്ഞാൽ പിന്നെ മാമൻ വിളിക്കും. അങ്ങനെ ഓരോ കുറച്ച് പണികളൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജിത്തുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് ഏകദേശം സ്കൂളിൽ പോകാനുള്ള നേരമൊക്കെ ആയി തുടങ്ങി. പായസം ഇതാ അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് താര. ഒമ്പതര ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ അപ്പോൾ ബ്രെഡാണ് കഴിക്കുന്നത്. ബ്രെഡ് ഓയിലിൽ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇവർ കുറച്ച് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകുമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ ഒരു 11 മണി കഴിഞ്ഞുണ്ട് ഫുഡൊക്കെ ആയിട്ട്. കിങ്ങിണീൻ്റെ അച്ഛൻ വന്ന്, കിങ്ങിണീൻ്റെ പാവയാട്ടോ അത്, തേജു. അപ്പോൾ ഇവർ വന്ന് വണ്ടി കൊണ്ടാണ് അവർ വന്നത്. ഫുഡൊക്കെ പിന്നെ അതിലേക്ക് കയറ്റി വെക്കുകയാണ്. അങ്ങനെ ഫുഡും കാര്യമൊക്കെ റെഡിയാക്കി വണ്ടിയിൽ കയറ്റി അവർ വേഗം പോയി. അതിനുശേഷം ഞാനും ആൻറ്റിയും കൂടെ പിന്നെ ഞങ്ങളെ കുളിയും ഇതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ സ്കൂളിലേക്കൊന്ന് പോയി. സ്കൂളിലെത്തിയപ്പോൾ ചെറിയ കുട്ടികളെ പരിപാടി കഴിഞ്ഞിട്ടില്ലായിരുന്നു. തനുവിൻ്റെയും താരൻ്റെയും പിന്നെയും കുറേ കഴിഞ്ഞിട്ടാണ്. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ പോന്ന്. ഭയങ്കര വെയിൽ, ആ ഗ്രൗണ്ടിൽ തന്നെ ആയിട്ട് ഭയങ്കര വെയിലടിച്ചിട്ട് അവിടെ ഇരിക്കാനും പറ്റുന്നില്ല, ചൂടും. അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ പോന്ന്. തനുവിൻ്റെ പിന്നെ ഞങ്ങൾ എത്തണേൻ്റെ മുന്നേ തനുവിൻ്റെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ താരൻ്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞ് തിരിച്ചു പോന്ന്. ഇത് പിന്നെ പിറ്റേന്ന് രാവിലെ എടുത്ത വീഡിയോ ഉണ്ടോ. പിറ്റേന്ന് രാവിലെ ഞാൻ ഒരു 7 മണിയപ്പോൾ ഞാൻ വേഗം വീട്ടിലേക്ക് പോകുന്നത്. കാരണം എനിക്ക് 10 മണിക്ക് ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം ഞാൻ ഇറങ്ങി.